പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിനാ ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിക്കുന്നത്? ഈ ചോദ്യം പലപ്പോഴും ഒരുപാട് തകർന്ന അവസ്ഥകളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ സ്വയം ചോദിച്ചിട്ടുമുണ്ട്, ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ. ഇവിടെയാണ് കോൺഷ്യസ് പേരൻറ്റിങ്ങിൻ്റെ അർത്ഥമറിയേണ്ടത്. കോൺഷ്യസ് പേരൻറ്റിങ് എന്നത് വെറുമൊരു മാതൃത്വ പിതൃത്വ കടമ നിർവഹണമല്ല. ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ, സാമൂഹിക തലങ്ങളിലുള്ള വളർച്ചയ്ക്ക് ബോധപൂർവമായൊരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ അടിത്തറ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള അമ്മയ്ക്കും അച്ഛനുമാണ് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കഴിവുണ്ടായതും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ അച്ഛനും അമ്മയൊക്കെ ആയത്. ഒന്നാലോചിക്കൂ, കുട്ടി നാളെ സ്വയം പര്യാപ്തതയുള്ള, സമൂഹത്തിന് മൂല്യങ്ങൾ നൽകുന്ന, സാമ്പത്തികവും തൊഴിൽപരവുമായി സെക്യൂറായ സ്വന്തം ജീവിതം ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ അറിയുന്ന ഒരു നല്ല മനുഷ്യനായി വളരേണ്ടതുണ്ട്. അതിന് പഠനം മാത്രം പോരാ, മാർക്ക് മാത്രം പോരാ. കുട്ടിയുടെ ഉള്ളിൽ നിന്ന് കുട്ടിയുടെ ഗോളിലേക്കുള്ള ഫോക്കസ്, സെൽഫ് കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്റ്റ്, ഇമോഷണൽ ബാലൻസ്, ലേണിംഗ് ഇൻട്രസ്റ്റ് ഇവയെല്ലാം ഉണരേണ്ടതുണ്ട്. സ്കൂൾ റീഓപ്പണിങ്ങിന് സമയമായി. തിങ്കളാഴ്ച സ്കൂൾ തുടങ്ങും. പക്ഷേ പല അമ്മമാരുടെയും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എൻ്റെ കുട്ടി പഠിക്കാനിരിക്കുമോ? കുട്ടി മൊബൈൽ ഉപയോഗം കുറയ്ക്കുമോ? അതോ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എനിക്ക് തലവേദനയാകുമോ? പുതിയ സ്കൂൾ റൊട്ടീനിലേക്ക് ഈ കുട്ടി മാറുമ്പോൾ കുട്ടിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? കുട്ടികളെല്ലാവരും വളർച്ചയുടെ പാതയിലാണ്, ശാരീരികമായും മാനസികമായും. കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം? കുട്ടി എന്നെ അവഗണിക്കുന്നുണ്ടോ? ആ അവഗണന പഠിക്കാൻ പറയുമ്പോൾ വർദ്ധിക്കുന്നുണ്ടാവുമോ? പഠനത്തെക്കുറിച്ച് പറഞ്ഞാൽ കുട്ടി ദേഷ്യപ്പെടാതെ എങ്ങനെയെങ്കിലും കേൾക്കുമോ? വീട്ടിൽ പഠനത്തിനും സമാധാനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടോ? അതെങ്ങനെ സൃഷ്ടിക്കാം? ഈ വിഷയത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സ്കൂൾ റീഓപ്പണിംഗ് സ്പെഷ്യൽ ഫ്രീ ക്ലാരിറ്റി കോള് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഒരു ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ നാളത്തെ ക്ലാസ്സിനുള്ള ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും ആ ഗ്രൂപ്പിൽ. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെ, അമ്മമാരെ. കാരണം അമ്മമാരുടെ ഓരോ ചെയ്തികളുമാണ് കുട്ടികളെ പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച് അമ്മമാർ മാനസികമായി എങ്ങനെ തിരിച്ചറിവുണ്ടാകണം? അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ രീതികളെക്കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? ഡെയിലി റൊട്ടീൻ എങ്ങനെ മാറ്റേണ്ടതുണ്ട്? കുട്ടികളോട് എങ്ങനെ പെരുമാറണം? എപ്പോഴും പഠിക്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കുട്ടിയും പഠിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കൽ ഞാനൊരു കൗൺസിലിംഗ് ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഏകദേശം 100ഓളം കുട്ടികളുണ്ടായിരുന്നു. ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന വാക്ക് എഴുതി തരാൻ പറഞ്ഞു. 95 കുട്ടികൾ എഴുതിയത് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, കുഞ്ഞുങ്ങളോട് പഠിക്കുക എന്ന രീതിയിൽ പറഞ്ഞാൽ കുട്ടികൾ പഠിക്കില്ല എന്ന്. കുട്ടിയുടെ പഠനം, ഫോക്കസിങ്, സെൽഫ് കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്റ്റ്, അച്ഛനെയും അമ്മയും മറ്റു മുതിർന്നവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നീ കഴിവുകളൊക്കെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഉണർത്തേണ്ടതുണ്ട്. കുട്ടിയെ കൺട്രോൾ ചെയ്യാതെ സ്നേഹത്തോടെ ഗൈഡ് ചെയ്യാൻ അമ്മമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അച്ഛന്മാർക്കും ഇതിൽ നല്ല പങ്കുണ്ട്. പക്ഷേ കൂടുതൽ സമയവും
അമ്മമാരാണ് കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അമ്മമാരുടെ കാര്യം പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. കുട്ടികളുടെ പഠനത്തോടൊപ്പം ജീവിത മൂല്യങ്ങളും എങ്ങനെ വളർത്താം? അമ്മയുടെ മനസ്സ് ശാന്തമായിരുന്നാൽ കുട്ടിയുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അമ്മയുടെ സമീപനം മാറുമ്പോൾ കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ മാറും, ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ മാറും. മാത്രമല്ല അത് വഴക്കിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. വീട്ടിലെ ഒരു വഴക്ക് കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. കുട്ടിയുടെ പഠനരീതി, പെരുമാറ്റം, ഇമോഷണൽ ബാലൻസ് എന്നിവയൊക്കെ വളരെ പ്രധാനമാണ് കുട്ടിയുടെ പഠനത്തിൽ. ഈ ക്ലാരിറ്റി കോൾ ആർക്കൊക്കെയാണെന്നറിയണ്ടേ? കുട്ടികളുടെ പഠനം, ഫോക്കസിങ്, മൊബൈൽ സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ, ഇമോഷണൽ ബാലൻസ് എന്നിവയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന അമ്മമാർക്ക് വേണ്ടി മാത്രമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ മനസ്സും വീട്ടിലെ അന്തരീക്ഷവും സജ്ജമാക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന അമ്മമാർക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. കുട്ടിയുടെ പഠനത്തോടൊപ്പം ജീവിത മൂല്യങ്ങളും എങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്. നമ്മുടെ ലക്ഷ്യം കുട്ടിയെ കൺട്രോൾ ചെയ്യുകയല്ല, കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഫോക്കസ്, റെസ്പോൺസിബിലിറ്റി, സെൽഫ് കൺട്രോൾ, റെസ്പെക്റ്റ്, ലേണിംഗ് ഇൻട്രസ്റ്റ് എന്നിവ ഉണർത്തുക തന്നെയാണ്. സ്കൂള് തുറക്കുന്നതിന് മുൻപ് അമ്മയുടെ മനസ്സ് ക്ലിയർ ആയാൽ കുട്ടിയുടെ റൊട്ടീനിലും ലേണിംഗ് അറ്റ്മോസ്ഫിയറിലും ഒക്കെ വളരെ എളുപ്പത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ കോൾ സാധാരണ ഒരു ഡിസ്കഷനല്ല, കുട്ടിയുടെ പുതിയ അധ്യയന വർഷത്തിന് അമ്മയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷനാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു 35 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ BEd ക്ലാസ്സുകളിൽ കിട്ടിയതൊന്നും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പോരാ. സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയതൊന്നും പോരാ. കാരണം കുഞ്ഞുങ്ങളുടെ ജനറേഷൻ മാറി. ഈ ജനറേഷന് എന്ത് വേണം? അതനുസരിച്ച് മൂല്യബോധത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ കുട്ടിക്ക് പഠനവും ജീവിതവും ഒരുമിച്ച് വളരണമെന്ന് നിങ്ങൾ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്ലാരിറ്റി കോളിൽ പങ്കെടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിൽ തരുന്നുണ്ടാവും. നാളെ ശനിയാഴ്ച 30-ാം തീയതി, മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഈ കോൾ മീറ്റിംഗ്. സൂമിലായിരിക്കും. ഈ വിഷയത്തിൽ സീരിയസ് ആയവർ മാത്രം വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു മെസ്സേജ്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.